എല്ലാവർക്കും നമസ്കാരം. മാസ്റ്ററിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നോക്കാം. Six of Wands, Six of Cups, Ten of Cups, Knight of Cups, Three of Swords, Nine of Wands. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെയധികം സന്തോഷപ്രദമായിട്ടുള്ളൊരു സമയം എന്ന് പറയാം. സിക്സ് ഓഫ് വോൺസ് ആൻഡ് ത്രീ ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. കുറച്ചധികം നാളുകളായിട്ട് മാനസികമായിട്ട് ഒത്തിരി സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ വൈകാരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു മാസമാണ്. പിന്നെ കുറച്ചധികം നാളുകളായിട്ട് മാറി നിൽക്കുന്നവർ, ദൂരെ പിണങ്ങി നിൽക്കുന്ന സൗഹൃദങ്ങൾ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളിലൊക്കെ പല കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. ഭാര്യ ഭർത്താക്കന്മാർ, അകന്ന് കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുടുംബത്തിൽ തിരിച്ചു വരുന്ന അല്ലെങ്കിൽ വിവാഹ ബന്ധം വേർപെടുത്തതിൻ്റെ വക്കിലൊക്കെ നിൽക്കുന്നവരൊക്കെ തന്നെ ഒരു തിരിച്ചുവരവ്, ഒരു കുടുംബം, ഒരു നല്ല അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്നുണ്ട്. വിട്ടുപോയി അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം, അങ്ങനെയൊക്കെ ഉള്ളൊരു അന്തരീക്ഷം, അതായത് നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റുന്ന സാഹചര്യം കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഒത്തിരി ഭയങ്കരമായിട്ട് മാനസികമായിട്ട് സംഘർഷം, നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ നിങ്ങളോട് തിരിച്ച് വന്ന് മാപ്പ് പറയാനുള്ളൊരു അന്തരീക്ഷം വരെ കാണുന്നുണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വേദനിപ്പിച്ചു പോയ ആളുകളുടെ മുമ്പിൽ വളരെയധികം സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവസരം, അതായത് പണ്ടൊരിക്കൽ നിങ്ങളെ ചതിക്കുകയോ നിങ്ങളെ വേദനിപ്പിക്കുകയോ ചെയ്തു പോയിട്ടുള്ള ആളുകൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചില ആളുകൾക്ക് ഇത് ഒരു തരത്തിലൊരു കൺഫ്യൂഷൻ ആകാം. കാരണം ഒന്നെങ്കിൽ നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ്, വൈഫ് അല്ലെങ്കിൽ എക്സ് ലവർ, ഇതിന് മുമ്പ് നിങ്ങൾ പ്രണയിച്ചിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരിക്കാം. ആ ഒരു വ്യക്തി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തിരിച്ചു നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ വിട്ടുപോകുന്ന സമയത്ത് നിങ്ങളൊന്നുമല്ലാതിരുന്ന ഒരു അന്തരീക്ഷമാണ് തിരിച്ചിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയേക്കാൾ ഒരുപടി ഉയരത്തിലായിട്ടാണ് കാണിക്കുന്നത്. ഇത് കുറച്ച് സ്വപ്ന തുല്യമായിട്ടുള്ളൊരു സാഹചര്യമാണ് നിങ്ങൾക്ക്. നമ്മൾ പറയില്ലേ, ചില ആളുകൾ ഒരു പ്രതികാരം പോലെയുള്ളൊരു സാഹചര്യമായിട്ട് ഫീൽ ചെയ്യും. കാരണം തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഒത്തിരി ഉയരത്തിൽ നിൽക്കുന്ന, അവരുടെ മുമ്പിൽ ഒത്തിരി ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, മറ്റുള്ളവരിൽ നിന്നുള്ള സഹായം. ഇപ്പോൾ ചില അന്തരീക്ഷ സാഹചര്യങ്ങളിലൊക്കെ പൊതുവിൽ നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുപ്പമുള്ള ചില ആളുകൾ, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വ്യക്തികൾ നിങ്ങളെ സഹായിക്കുന്നുണ്ടാവില്ല. മറിച്ച് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് സഹായഹസ്തങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ലോണിന് അപ്ലൈ ചെയ്യുന്നതോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ മാനസികമായിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് തരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതുമാവാം. സാമ്പത്തികമായിരിക്കണമെന്നില്ല, ഇതിൽ ഒരു ഇമോഷൻ, നിങ്ങൾക്ക് എപ്പോഴാണ് ഒരാളുടെ ആവശ്യം, ഒരാളുടെ ഒരു സപ്പോർട്ട് കൂടെ നിൽക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ഇല്ല, നിങ്ങൾ വിചാരിച്ച ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല. മറിച്ച് ചിലപ്പോൾ ഒരു അപരിചിതനായിട്ടുള്ള വ്യക്തിയായിരിക്കും, നിങ്ങൾക്ക് വലിയ അടുപ്പമില്ലാത്തൊരു വ്യക്തി, അങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ ചേർത്ത് നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ അവർ കൂടെ നിൽക്കുന്ന ചില ആളുകൾ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതായിരിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അതിനേക്കാൾ കുറച്ചുകൂടി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടാകുക അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട സാഹചര്യം അവർക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യമൊക്കെ ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ സിക്സ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അതായത് പ്രത്യേകിച്ച് ബ്രേക്കപ്പ് ഒക്കെ നടന്ന് വിവാഹമോചനമൊക്കെ നടന്നിട്ടുള്ളവർക്ക് പുതിയ പ്രണയം, പുതിയ രണ്ടാമത്തെ വിവാഹമൊക്കെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ്. പൊതുവേ ഒരു വീനസ് എനർജി, പ്രണയത്തിൻ്റേതായിട്ടുള്ളൊരു സാഹചര്യമാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വെസ്റ്റേൺ ആസ്ട്രോളജി ബേസിസിൽ പറയുകയാണെങ്കിൽ വീനസിൻ്റെ ആ ഒരു എനർജി നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലും പ്രണയമാണ്, എല്ലായിടത്തും പ്രണയം കാണുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്ന പോലെ പ്രപ്പോസൽസ് വരാം. പ്രപ്പോസൽസ് ആയിട്ട് വീട്ടിലേക്ക് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രണയാഭ്യർത്ഥനയായിട്ട് വരുന്ന രീതിയിലോ ആവാം.
ഒത്തിരി ഇമോഷണലി സന്തോഷം തരുന്ന, മാനസികമായിട്ട് ഒത്തിരി വൈകാരികമായിട്ട് തൃപ്തി തരുന്ന സാഹചര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ കുടുംബ അന്തരീക്ഷത്തിലും ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കൂടുതൽ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്നുണ്ട്. മക്കളെ കൊണ്ടിട്ട് ഒത്തിരി സംതൃപ്തി ഉണ്ടാകുന്നത് മക്കളുടെ പഠിത്തത്തിലായാലും ഒത്തിരി ഉയർച്ച വിദ്യാഭ്യാസപരമായിട്ട് നിൽക്കുന്നത് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടല്ലാതെയും മറ്റു തരത്തിലും ഇപ്പോൾ സ്പോർട്സ് ആർട്സ് കാര്യങ്ങളിലൊക്കെ മികവ് കാണിക്കുന്നതിന് ഒക്കെയുള്ളൊരു അവസരം കാണിക്കുന്നു. മക്കളെ കൊണ്ടിട്ട് ഒത്തിരി തൃപ്തി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ പ്രായമായിട്ടുള്ളവരാണെങ്കിൽ വലിയ മക്കളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയിലോ അവരെ എന്തെങ്കിലും കാര്യത്തിൽ അച്ചീവ്മെൻറ്റ് അവർക്കുണ്ടാകുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 6 of Cups ആൻഡ് 9 of Wands എനർജി കണക്ഷൻസ് ആണ്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ യാത്രകളാണ് സൂചിപ്പിക്കുന്നത്. യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങിക്കാനുള്ളൊരു അന്തരീക്ഷം, സാഹചര്യം, ചുറ്റുപാടുകളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു വാഹനം സ്വന്തമാക്കണം എന്ന് വിചാരിച്ചു കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ലാത്തത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് ചില ആളുകൾക്ക് ഒത്തിരി വലിയൊരു ഉയർച്ച കാണിക്കുന്നുണ്ട്. കുറച്ച് നാൾ കൊണ്ട് ആഗ്രഹിക്കുന്ന ആ ഒരു പ്രൊമോഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, ബോണസ് ലഭിക്കുന്ന സാഹചര്യമായിരിക്കാം. ജോലിയിൽ നിങ്ങൾക്ക് നല്ല അപ്രീസിയേഷൻ ലഭിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു സിറ്റുവേഷനാണ്. നല്ലൊരു ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പല പല ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ, പുതിയ പുതിയ ഐഡിയാസൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള ഐഡിയ അത് ക്ലിക്കാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബിസിനസ് ആയിട്ട് തുടങ്ങി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഒരു ഫൈനൽ പുഷാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പലതിൻ്റെയും പര്യവസാനം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പിൽ നിങ്ങൾ എത്തി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു കട തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനം, അല്ലെങ്കിൽ അത് തുടങ്ങി വയ്ക്കുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആവും സൂചിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത് എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസ് കാര്യങ്ങൾ, ലീഗലായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉള്ളവരെ സംബന്ധിച്ച്, അതായത് എന്തെങ്കിലും സ്വത്ത് തർക്കമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വഴി തർക്കമോ എന്തെങ്കിലും സിവിൽ കേസ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാഹചര്യം നടക്കുന്നത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിട്ടുള്ള ഒരു സൂചനയും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അതേപോലെ 3 of Swords ആൻഡ് 10 of Cups എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം നാളായിട്ട് നിങ്ങളൊരു ബാലൻസ് ഇല്ല, കുടുംബജീവിതവും അതേപോലെ ജോലിയും നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളെല്ലാം നിങ്ങൾ ഏറ്റെടുത്തിട്ട്, ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും വീട്ടിലെ കാര്യമാണെങ്കിലും രണ്ടും ഒരുപോലെ ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുന്നുണ്ട്. കാരണം ഇപ്പോൾ നേരത്തെ അമിതമായിട്ടുള്ള ജോലി സാഹചര്യവും മറ്റെന്തെങ്കിലും സാഹചര്യവും ആയിരുന്നത് കൊണ്ടായിരിക്കാം അതൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കുടുംബത്തിലെ മറ്റ് അംഗങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാൻ നിങ്ങൾ പൊതുവെ ഒന്ന് റിലാക്സ്ഡ് ആകുന്ന സമയമാണ്. കാരണം ഇപ്പോൾ ജോലിയുടെ പ്രഷറും ടെൻഷനും ആങ്സൈറ്റിയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളത് ജോലിയെ ബാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലുമൊക്കെ ആവാം. പക്ഷെ ഇപ്പോൾ അത് മാറിക്കിട്ടുന്നത് കൊണ്ട് തന്നെ ജോലിയും കുടുംബ അന്തരീക്ഷ പേഴ്സണൽ ലൈഫും ഒക്കെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഫാമിലിയിൽ ഒരു മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുടുംബ അന്തരീക്ഷത്തിൽ, ഇപ്പോൾ കുടുംബത്തിൽ നിങ്ങളുടെ പെരുമാറ്റ ചിട്ടകൾ, രീതികളിലൊക്കെ മാറ്റങ്ങൾ, ജീവിത സാഹചര്യം, ലൈഫ് സ്റ്റൈലിൽ മൊത്തത്തിലൊരു മാറ്റം വരുന്നൊരു സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ നിങ്ങൾ ഭക്ഷണ രീതികൾ, നിങ്ങളുടെ കുടുംബത്തിലെ രീതികൾ, ഓരോ കുടുംബത്തിലും വ്യത്യസ്തമായിട്ടുള്ള രീതികൾ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ കുടുംബത്തിലെ രീതികളും കാര്യങ്ങളൊക്കെ
മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സംഭാഷണ കാര്യങ്ങൾ, പ്രത്യേകിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, സംവദിക്കുന്നതിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് കുടുംബത്തിന് ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അത് സംതൃപ്തി തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.